വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇന്ന് UGC നെറ്റ് കൊമേഴ്സിലെ 4th യൂണിറ്റായ ബിസിനസ് ഫിനാൻസിലെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ച്. NI അപ്രോച്ചിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് തുരന്ത്. ഇൻക്രീസിംഗ് ഡെറ്റ് പ്രപ്പോർഷൻ റെഡ്യൂസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻക്രീസ് ഫേംസ് വാല്യൂ. ഇവിടെ എന്താ പറയുന്നത്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ഒരു കമ്പനി, ഇമാജിൻ ഒരു കമ്പനി ഉണ്ട്. അവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ഫിനാൻസ് ആവശ്യമാണ്. സോ ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ രണ്ട് സോഴ്സാണ് ഉള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ്? ഡെപ്റ്റ് ആണ്. അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ലോണിലൂടെ ഫണ്ട് റേസ് ചെയ്യാം അല്ലേ. സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കമ്പനിക്ക് ബെറ്റർ ആയിട്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറയാം. ഇക്വിറ്റിയിലാണ്, നമ്മളിപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വിറ്റി ഷെയർസ് വാങ്ങുന്നവർ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിൻ്റെ ഓണേഴ്സ് ആണല്ലേ. സോ അവർക്ക് എന്തായിരിക്കും, ഒരു ഹൈ റിട്ടേൺ അവർ എക്സ്പെക്റ്റ് ചെയ്യും. സോ റിസ്ക് കൂടുതലാണ്. പക്ഷെ മറിച്ച് നമ്മൾ ഡെപ്റ്റിലൂടെ, അതായത് ഡിവഞ്ചേഴ്സോ ലോണിലൂടെയാണ് നമ്മുടെ ഫണ്ട് റേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇക്വിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റിസ്ക് കുറവാണ്. ഇവിടെ ലെൻഡേഴ്സിന് നമുക്ക് കുറവ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയാവും. സോ കമ്പനി മോർ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ആവുമെന്ന് പറയാം. ജസ്റ്റ് ഈ സെക്കൻഡ് പോയിന്റ് നോക്കോളൂ. ഇവിടെ നോക്കോളൂ. ഇൻക്രീസിങ് ഡെപ്റ്റ് പ്രൊപ്പോർഷൻ റെഡ്യൂസ് ഇൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്ന ടൈം ഗ്രാജുവലി എന്താണ്? ഇൻക്രീസ് ഫേം വാല്യൂ. ഫേമിൻ്റെ വാല്യൂ കൂടും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടും. ഫേമിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞു വെച്ചാൽ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനും അത് നല്ലതായിരിക്കും ഉണ്ടാക്കുക അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് അസംഷൻസ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ ഇക്വിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോ ടാക്സ്. ഓക്കെ, ഡെപ്റ്റിന് ഇവിടെ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈം ഇവിടെ നമുക്ക് ടാക്സിൻ്റെ ആവശ്യമില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഡെപ്റ്റ് ഇൻക്രീസ് ഫേം വാല്യൂ. നമ്മൾ ഡെപ്റ്റ് കൂട്ടുമ്പോൾ ഫേമിൻ്റെ വാല്യൂം ഇൻക്രീസ് ആവും. അതാണ് ഇവിടെ പറഞ്ഞത്. ഡെപ്റ്റ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, പിന്നീട് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും. സജസ്റ്റ് 100% ഡെപ്റ്റ് ഫിനാൻസ് ഈസ് ഒപ്റ്റിമൽ. നെക്സ്റ്റ് വൺ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, NOI അപ്രോച്ച്. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് തുരന്താണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്ട് ഫേം വാല്യൂ. NOI അപ്രോച്ച് എന്താ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേമിൻ്റെ വാല്യൂവിനെ പ്രത്യേകിച്ച് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. NI അപ്രോച്ച് എന്താണോ പോസിറ്റീവായ രീതിയിൽ പറഞ്ഞത് അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് NOI അപ്രോച്ച് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ഒരു ഫേം ഉണ്ട്. ആ ഫേമിന് ഫിനാൻസ് ആവശ്യമുണ്ട്. സോ NI അപ്രോച്ച്, നമ്മൾ ഓൾറെഡി പഠിച്ച NI അപ്രോച്ച് പ്രകാരം ആ ഫേം ഏത് രീതിയിലാണ് ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യേണ്ടത്? ഡെപ്റ്റ് യൂസ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുക. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. സോ ഫേമിൻ്റെ വാല്യൂ കൂടും എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച NI അപ്രോച്ചിൽ പറയുന്നത്. NOI അപ്രോച്ച് പറയുന്നത് ഒരു ഫേമിന് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഫണ്ട് റേസ് ചെയ്യാൻ. ഒന്ന് ഡെപ്റ്റ്, മറ്റേത് ഇക്വിറ്റി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യുന്നത് ഡെപ്റ്റിലൂടെയാണെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഡെപ്റ്റ് ഇങ്ങനെ നമ്മൾ, അതായത് ഒരു പരിധിക്കപ്പുറം കടം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഫിനാൻസ് റേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് അതിനനുസരിച്ചിട്ട് കൂടും. കാരണം ഉള്ള കാശ് കൊണ്ടല്ല അവർ ചെയ്യുന്നത്, പകരം കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഇങ്ങനെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഓവർ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടും. സോ ഷെയർ ഹോൾഡേഴ്സിനൊരു പേടിയാവും. അത് നോർമലാണ്. റിസ്ക് ഇങ്ങനെ കൂടുതൽ എടുക്കുമ്പോൾ തീർച്ചയായും ഷെയർ ഹോൾഡേഴ്സ് എന്ത് വിചാരിക്കും? ഞങ്ങൾ ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ട്, സോ ഞങ്ങൾക്ക് റിട്ടേണും അതിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്ന്. അവരങ്ങനെ ചിന്തിക്കുമ്പോൾ കോസ്റ്റ് ഓഫ്
ഇക്വിറ്റി എന്താവും? നോർമലി കൂടും അല്ലേ? സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇവിടെ കൂടുകയാണ്. അപ്പോൾ അത് ഫേമിൻ്റെ വാല്യൂവിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? ഡെപ്റ്റ് കൂടിയത് കൊണ്ട് ഫേമിൻ്റെ വാല്യൂ അവിടെ കൂടുന്നുണ്ടോ? ഇല്ല. കാരണം ഡെപ്റ്റ് അവിടെ കൂടി, റിസ്ക് കൂടി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടിയപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടി. സോ വലിയ വ്യത്യാസമൊന്നും ഫേമിൻ്റെ വാല്യൂവിന് ഡെപ്റ്റ് കൂട്ടിയത് കൊണ്ട് അവിടെ ഉണ്ടാവാറില്ല. സോ ഇതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്റ്റ് ഫേം വാല്യൂ. തേർഡ് പോയിന്റ് നോക്കോളൂ, ഓവറോൾ cost of capital remain constant. Fourth one, market value of firm remain unchanged. മാർക്കറ്റ് വാല്യൂവിന് ഡെപ്റ്റ് കൂട്ടിയത് കൊണ്ട് വല്ല ചേഞ്ചസും വരുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇല്ല. അതുപോലെ തന്നെ തേർഡ് പോയിന്റിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇറിലവൻറ്റ്. ഇവിടെ നമ്മൾ ഡെപ്റ്റ് കൂട്ടിയത് കൊണ്ട് നമ്മൾക്ക് ഫേമിൻ്റെ വാല്യൂ കൂടുന്നോ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ NOI തിയറി പ്രകാരം, NOI അപ്രോച്ച് പ്രകാരം ഇറിലവൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് ബിറ്റ്വീൻ NI ആൻഡ് NOI. ഇനീഷ്യലി ഇൻക്രീസിങ് ഡെപ്റ്റ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ എന്താ പറയുന്നത്? ഒരു ഫേം ആദ്യം ഡെപ്റ്റിലൂടെ ഇവിടെ ഫിനാൻസ് റേസ് ചെയ്യുകയാണ് വെച്ചാൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കിട്ടും. ബട്ട് ആഫ്റ്റർ സർട്ടൻ പോയിന്റ് കോസ്റ്റ് ഇൻക്രീസ്. സോ ഡെപ്റ്റിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്ന ടൈം ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കിട്ടും. പക്ഷെ ഒരു പോയിന്റിന് ശേഷം എന്താവും? കോസ്റ്റ് ഇൻക്രീസ് ആവാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. There exists an optimal capital structure. Next one, Modigliani-Miller theory, MM theory, proposed by Franco Modigliani and Merton Miller. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നത് ഇറലവൻ്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് കേട്ടോ. കൺസെപ്റ്റ് മറന്നു പോവാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മളൊരു കേക്ക് വാങ്ങുകയാണ്. ആ കേക്ക് 8ആയി നമ്മൾ കട്ട് ചെയ്താലും 10ആയി കട്ട് ചെയ്താലും 15ആയി കട്ട് ചെയ്താലും കേക്കിൻ്റെ ക്വാണ്ടിറ്റി മാറും. നമ്മൾ ഏത് രീതിയിൽ കട്ട് ചെയ്ത് വെച്ചാലും കേക്കിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് തന്നെയായിരിക്കും അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിൽ ഡെപ്റ്റും ഇക്വിറ്റിൻ്റെയും മിക്സ് ആണല്ലോ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പം നമ്മൾ ഡെപ്റ്റ് 40% ഇക്വിറ്റി 60% ആണ് ഇവിടെ കൊണ്ടുപോകുന്നതെങ്കിലും, അല്ലെങ്കിൽ ഡെപ്റ്റും ഇക്വിറ്റിയും ഒരു 50-50% ആയിട്ടാണ് ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ളതെങ്കിലും, അതുപോലെ തന്നെ ഇനി ഡെപ്റ്റ് ഒരു 80%, ഇക്വിറ്റി ഒരു 20% ആണെങ്കിലും അതൊന്നും എന്തിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫേം എഫക്റ്റ് ചെയ്യില്ല. സോ ഇവിടെ ചുരുക്കി പറഞ്ഞു വെച്ചാൽ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി മിക്സ് ചേഞ്ച് ചെയ്താലും അവിടെ ടോട്ടൽ കമ്പനിയുടെ വാല്യൂ ചേഞ്ച് ആവില്ല എന്നാണ് പറയുന്നത്. ഇതിന് 2 വേർഷൻസ് ആണ് ഉള്ളത്, വിത്തൗട്ട് ടാക്സും വിത്ത് ടാക്സും. അതെന്താന്ന് നോക്കാം. വിത്തൗട്ട് ടാക്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് എഫക്ട് ഫേംസ് വാല്യൂ. ഫേം വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് ബിസിനസ് റിസ്ക്. ഇവിടെ ചുരുക്കി പറഞ്ഞു വെച്ചാൽ ഡെപ്റ്റ് യൂസ് ചെയ്താലും ബെനിഫിറ്റ് ഇല്ല, ഇക്വിറ്റി യൂസ് ചെയ്താലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഫേമിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. നെക്സ്റ്റ്, വിത്ത് ടാക്സ് നോക്കാം. വെൻ കോർപ്പറേറ്റ് ടാക്സ് ഈസ് കൺസിഡേർഡ്, ഡെപ്റ്റ് ബിക്കം അഡ്വഞ്ചേഴ്സ് ബിക്കോസ് ഓഫ് ടാക്സ് ഷീൽഡ്. ഇവിടെ എന്താ പറയുന്നത്? ഫേം കൂടുതലായിട്ടും ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫേമിനൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ടാക്സ് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്റ്റിന് ടാക്സ് ഇല്ലല്ലോ, കുറവായിരിക്കും. സോ ഇവിടെ എന്താണ്? മോർ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ മോർ ടാക്സ് സേവിങ്, കമ്പനിയുടെ വാല്യൂ ഗ്രാജുവലി ഇൻക്രീസ് ആകും. ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പോവാം. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, അതിലെ ഫസ്റ്റ് വൺ NI അപ്രോച്ച് റിലവൻ്റ് ആണ്, NOI അപ്രോച്ച് ഇറിലവൻ്റ് ആണ്, ട്രഡീഷണൽ അപ്രോച്ച് റിലവൻ്റ്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ
വിത്തൗട്ട് ടാക്സ് ഇറലവൻ്റ് ആണ്, വിത്ത് ടാക്സ് റിലവൻ്റ് ആണ്.